രക്തം പമ്പ് ചെയ്യാൻ ഹൃദയമുള്ളതുപോലെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് സ്വന്തമായി പമ്പില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആ പമ്പ് എങ്ങനെ സ്വന്തമായി ഉണ്ടാക്കാം എന്നാണ്. നമ്മുടെ കോശങ്ങളെ മൊത്തത്തിൽ ശുദ്ധീകരിക്കാൻ വെറും 15 മിനിറ്റ് നീളുന്ന ഒരു പ്രത്യേകതരം നടത്തം എങ്ങനെ സഹായിക്കുമെന്നും അത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ എങ്ങനെ മാറ്റുമെന്നുമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കോശങ്ങളുടെ തലത്തിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഭക്ഷണവും ഓക്സിജനും എത്തിക്കുന്നത് രക്തമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രക്തം ശരിക്കും ഓരോ കോശത്തിന്റെയും അടുത്തേക്ക് നേരിട്ട് പോകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളിൽ നിന്ന് വെള്ളം പോലെയുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നു. ആ ദ്രാവകമാണ് കോശങ്ങൾക്ക് ഭക്ഷണവും ഓക്സിജനും എത്തിക്കുന്നത്. പക്ഷേ കോശങ്ങൾ ഭക്ഷണം സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവ പ്രവർത്തിക്കുമ്പോൾ മാലിന്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമായ ഈ മാലിന്യങ്ങളിൽ വലിയ പ്രോട്ടീൻ തന്മാത്രകൾ, ചത്ത കോശങ്ങൾ, പിന്നെ കൊഴുപ്പുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ മാലിന്യങ്ങൾ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുന്ന ഭാഗത്തേക്ക് തള്ളപ്പെടുന്നു. അപ്പോൾ ഒരു ചോദ്യം, ഈ മാലിന്യങ്ങൾ പിന്നീട് എവിടേക്ക് പോകുന്നു? അവിടെയാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം രംഗത്തേക്ക് വരുന്നത്. കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ദ്രാവകത്തിൽ നിന്ന് മാലിന്യങ്ങളും കേടായ കോശങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റ് അനാവശ്യ വസ്തുക്കളും ശേഖരിച്ച് വീണ്ടും രക്തത്തിലേക്ക് തിരിച്ചേക്കുന്ന ഒരു അദൃശ്യ ക്ലീനിങ് നെറ്റ്വർക്കാണിത്. രക്തചംക്രമണ വ്യവസ്ഥ ഒരു അടഞ്ഞ പൈപ്പ് ലൈൻ പോലെയാണ്. അതിന് ഹൃദയമെന്ന വളരെ ശക്തമായ ഒരു മോട്ടോറുണ്ട്. എന്നാൽ ലിംഫാറ്റിക് സിസ്റ്റം ഒരു ഓപ്പൺ സിസ്റ്റമാണ്. കോശങ്ങൾക്കിടയിൽ നിന്ന് ഈ മാലിന്യങ്ങൾ വലിച്ചെടുത്ത് അരിച്ചുമാറ്റി തിരികെ രക്തത്തിലെത്തിക്കണം. എന്നാൽ ഇതിനൊരു കേന്ദ്ര പമ്പില്ലാത്തത് കൊണ്ട് ഈ മാലിന്യങ്ങൾ അതിന്റെ ഉയർന്ന ഡെൻസിറ്റി, അതായത് സാന്ദ്രത കാരണം ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളായ കാലുകളിലേക്കും മറ്റും പോയി അടിഞ്ഞുകൂടും. ഇതിനെ മുകളിലേക്ക്, അതായത് നെഞ്ചിന്റെ ഭാഗത്തുള്ള പ്രധാന ഞരമ്പുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ദ്രാവകത്തിന് മുകളിലേക്ക് പൊന്തി വരാനുള്ള ഒരു ഫോഴ്സ് നൽകേണ്ടതുണ്ട്. ആധുനിക കാലത്തെ നമ്മുടെ ഈ ഇരുന്നുള്ള ജീവിതശൈലി കാരണം ശരീരത്തിനാവശ്യമായ ചലനങ്ങൾ ലഭിക്കാതെ വരികയും ഈ ദ്രാവകങ്ങൾ കാലുകളിലും മറ്റും കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. രാവിലെയുള്ള മുഖത്തെ ആ വീക്കം, ചിന്തകളിലെ അവ്യക്തത അഥവാ നമ്മൾ പറയുന്ന ബ്രെയിൻ ഫോഗ്, പിന്നെ കാലുകൾക്ക് വല്ലാത്ത ഭാരം തോന്നുക എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യപ്പെടാത്തതുകൊണ്ട് ശരീരത്തിൽ അതൊരു ചെറിയ തോതിലുള്ള വീക്കം, അതായത് ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, നമ്മളെല്ലാവരും ദിവസവും കുറച്ചൊക്കെ നടക്കാറുണ്ട്. രാവിലെ കാറിലേക്ക് നടക്കുന്നു, ഓഫീസിനുള്ളിൽ നടക്കുന്നു, വൈകുന്നേരം വീട്ടിലും നടക്കുന്നു. നമ്മൾ തീരെ ചലിക്കാതിരിക്കുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്? അവിടെയാണ് നമ്മൾ സാധാരണ നടക്കുന്നതും ലിംഫാറ്റിക് സിസ്റ്റത്തെ ഉണർത്തുന്ന രീതിയിൽ നടക്കുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കാലുകളിലെ പേശികൾ, പ്രത്യേകിച്ച് കഫ് മസിൽസ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു സ്വാഭാവിക പമ്പായി മാറാൻ ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. എന്നാൽ നമ്മൾ ഓഫീസിലോ വീട്ടിലോ വെറുതെ കാലഴിച്ച് നടക്കുമ്പോഴോ പരന്ന പ്രതലങ്ങളിൽ ചെറിയ ചുവടുകൾ വെക്കുമ്പോഴോ ഈ പമ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ആ പേശികൾ പൂർണ്ണമായി സങ്കോചിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ സിസ്റ്റത്തെ ഉണർത്താൻ വെർട്ടിക്കൽ ബൗൺസ് എന്നൊരു മെക്കാനിസം ആവശ്യമാണ്. ഈ ബൗൺസ് എന്നത് നമ്മുടെ ഓരോ ചുവടുവെപ്പിലും ശരീരത്തിന്റെ മധ്യഭാഗം മുകളിലേക്കും താഴേക്കും പോകുന്ന വളരെ സൂക്ഷ്മമായ ഒരു ചലനമാണ്. ഇതിന്റെ മെക്കാനിസം വളരെ കൃത്യമാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ നടക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഉപ്പൂറ്റി നിലത്തുകുത്തുന്നു. ഇതിനെ നമ്മൾ ഹീൽ സ്ട്രൈക്ക് എന്ന് പറയുന്നു. ഉപ്പൂറ്റി നിലത്തുകുത്തുമ്പോൾ പാദങ്ങളിലെ ഞരമ്പുകൾ അമരുന്നു. തുടർന്ന് കാൽവിരലുകളിലേക്ക് നിങ്ങളുടെ ശരീരഭാരം മാറുമ്പോൾ കാൽവണ്ണയിലെ പേശികൾ ശക്തമായി സങ്കോചിക്കുന്നു, അതായത് നല്ലപോലെ മുറുകുന്നു. ഈ സങ്കോചം എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ, കാലുകളിൽ കെട്ടിക്കിടക്കുന്ന ആ ഉയർന്ന സാന്ദ്രതയുള്ള ദ്രാവകത്തിന് അത് ശക്തമായ ഒരു മർദ്ദം നൽകുകയും അതിലൂടെ അതിനൊരു ബോയൻസി ഉണ്ടാക്കി മുകളിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായി ഇതിനെ കാഫ് മസിൽ പമ്പ് അഥവാ മസ്കുലോ വീനസ് പമ്പ് എന്നാണ് വിളിക്കുന്നത്. ഇനി മുകളിലേക്ക് പോകുന്ന ആ ദ്രാവകം തിരിച്ച് താഴെ വരാതിരിക്കാൻ നോക്കണം. അതിനായി ലിംഫ് ഞരമ്പുകൾക്കുള്ളിൽ വൺ വേ വാളുകളുണ്ട്. അതുകൊണ്ട് ഓരോ ചുവടുവെപ്പിലും കാൽവണ്ണയിലെ പേശികൾ സങ്കോചിക്കുമ്പോൾ ഭാരമുള്ള ആ ദ്രാവകത്തെ നിങ്ങൾ മുകളിലേക്ക് പമ്പ് ചെയ്യുകയും അത് താഴേക്ക് വരാതെ തടയുകയും ചെയ്യും. നമ്മൾ വെറുതെ കാലുകൾ വെച്ച് നടക്കുമ്പോഴോ ചെറിയ ചുവടുകൾ വെക്കുമ്പോഴോ ഈ കാൽവണ്ണയിലെ പേശികൾ പൂർണ്ണമായി സങ്കോചിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആ സ്പോഞ്ച് പകുതി മാത്രമേ പിഴിയപ്പെടുന്നുള്ളൂ. മാലിന്യങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഇനി ഇവിടെ വരാവുന്ന മറ്റൊരു സംശയം,
ദിവസവും ജിമ്മിൽ പോയി ഹെവി വർക്കൗട്ട് അല്ലെങ്കിൽ ഈ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് പോലെയുള്ള അതികഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള പേശി സങ്കോചങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയുടെ ലിംഫാറ്റിക് സിസ്റ്റം വളരെ ക്ലീൻ ആയിരിക്കണമല്ലോ. പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ഈ 15 മിനിറ്റ് നടത്തം? ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ ഹൃദയത്തിനും പേശികൾക്കും വളരെ നല്ലതാണ്. എന്നാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ അത് വലിയൊരു ഫ്ലഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കഠിനമായി വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വളരെ വേഗത്തിൽ വർദ്ധിക്കുമല്ലോ. അപ്പോൾ രക്തക്കോലുകളിൽ നിന്ന് കൂടുതൽ ദ്രാവകങ്ങളും പോഷകങ്ങളും കോശങ്ങൾക്കിടയിലേക്ക് ഇരച്ചെത്തും. അതായത് സിസ്റ്റത്തിലേക്ക് കൂടുതൽ ഫ്ലൂയിഡ് പമ്പ് ചെയ്യപ്പെടുകയാണ്. ഇത് പിന്നീട് ലിംഫാറ്റിക് സിസ്റ്റം ക്ലീൻ ചെയ്ത് കളയണം. എന്നാൽ മിതമായ താളാത്മകമായ ഈ നടത്തം കോശങ്ങളെ ശരിക്കും റിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിൻസ് ചെയ്യുക എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് കഴുകി കളയുന്നത് പോലെ. നിലവിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ വളരെ ശാന്തമായി പുറത്തേക്ക് പമ്പ് ചെയ്യാൻ ഈ നടത്തം സഹായിക്കും. വ്യായാമവും നടത്തവും രണ്ടും ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ കോശങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലളിതമായ നടത്തമാണ്. കാലുകൾ ഒരു പമ്പായി പ്രവർത്തിക്കുന്നു എന്ന് വളരെ വ്യക്തമായല്ലോ. പക്ഷേ ദ്രാവകം കാലുകളിൽ നിന്ന് മുകളിലേക്ക് വന്ന് ഇടുപ്പിലോ നെഞ്ചിലോ എത്തുമ്പോൾ കാലിലെ പേശികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെ തുടർന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ അവിടെ വേറെ എന്തെങ്കിലും സംവിധാനം വേണ്ടേ? അവിടെയാണ് ഈ പ്രോട്ടോകോളിലെ പോസ്റ്റർ അഥവാ നിൽപ്പ് പ്രധാനമാകുന്നത്. നിങ്ങളുടെ നെഞ്ചിലും കക്ഷത്തിലും കഴുത്തിലുമായി വളരെ പ്രധാനപ്പെട്ട ലിംഫ് നോഡുകളുണ്ട്. മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്ന കേന്ദ്രങ്ങളാണിവ. നമ്മൾ എപ്പോഴും ഫോൺ നോക്കി കുനിഞ്ഞാണല്ലോ നടക്കുന്നത്. കൂനിക്കൂടി നടക്കുമ്പോൾ ഈ ഭാഗങ്ങൾ ശരിക്കും ചുരുങ്ങിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ നിവർന്നു നടക്കണം. തോളിന് താഴെയായി കൈകൾ സ്വാഭാവികമായി വീശി നടക്കണം. കൈകൾ വീശി നടക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലെയും കക്ഷത്തിലെയും ഈ നോഡുകൾ കൂടുതൽ തുറക്കപ്പെടുന്നു. ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ദ്രാവകത്തിന് തടസ്സങ്ങളില്ലാതെ ഒഴുകാൻ ഇതുവഴി സാധിക്കുന്നു. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് നടക്കുമ്പോൾ വെറുതെ നടക്കുന്നതിന് പകരം നിവർന്നു നിന്ന് കൈകൾ വീശി നടക്കണം. മിനിറ്റിൽ 100 ചുവടുകൾക്കും മേലെ, അതായത് ഒരു ബ്രിസ്ക് റിതമിക് പേസിൽ. ഇതിനൊപ്പം ശ്വാസോച്ഛ്വാസം കൂടി ശ്രദ്ധിക്കണം. മൂക്കിലൂടെ ശ്വാസമെടുക്കുക എന്നതാണ് ഈ പ്രോട്ടോകോളിലെ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം. നിങ്ങൾ മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഡയഫ്രത്തെ പൂർണ്ണമായി ഉത്തേജിപ്പിക്കുന്നു. നെഞ്ചിനും വയറിനും ഇടയിലുള്ള വലിയൊരു പേശിയാണല്ലോ ഡയഫ്രം. ഈ ഡയഫ്രം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു നെഗറ്റീവ് പ്രഷർ അഥവാ ശൂന്യത ഉണ്ടാകുന്നു. ഇതൊരു വാക്വം ക്ലീനർ പോലെ പ്രവർത്തിക്കും. ശരീരത്തിന്റെ താഴെ നിന്നുള്ള ആ സാന്ദ്രത കൂടിയ ലിംഫ് ദ്രാവകത്തെ നെഞ്ചിനുള്ളിലെ ആ ശൂന്യത മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. അതായത് താഴേന്ന് കാൽവണ്ണയിലെ പേശികൾ ദ്രാവകത്തെ മുകളിലേക്ക് തള്ളുന്നു. അതേസമയം മുകളിലെ ഡയഫ്രം ഒരു വാക്വം സൃഷ്ടിച്ച് ആ ദ്രാവകത്തെ വലിച്ചെടുക്കുന്നു. മൂക്കിലൂടെയുള്ള ശ്വസനത്തിന് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വളരെ വലിയൊരു സ്വാധീനമുണ്ട്. മൂക്കിലൂടെ ശ്വാസമെടുക്കുമ്പോൾ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കോലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്നും ഇത് ശരീരത്തെ പാരാസിമ്പത്തറ്റിക് സ്റ്റേറ്റിലേക്ക് മാറ്റുമെന്നും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ നൈട്രിക് ഓക്സൈഡ് രക്തക്കോലുകളെ മാത്രമല്ല വികസിപ്പിക്കുന്നത്. ലിംഫ് ഞരമ്പുകളുടെ ഭിത്തികളിലും വളരെ നേർത്ത പേശികളുണ്ട്, അതായത് സ്മൂത്ത് മസിൽസ്. നൈട്രിക് ഓക്സൈഡ് ഈ പേശികളെ റിലാക്സ് ചെയ്യാനും ലിംഫ് ഞരമ്പുകളെ വികസിപ്പിക്കാനും സഹായിക്കും. ഇത് ദ്രാവകത്തിന് കൂടുതൽ എളുപ്പത്തിൽ ഒഴുകാൻ വഴിയൊരുക്കും. ഇനി പാരാസിമ്പത്തറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് അവസ്ഥയാണ്. നമ്മൾ എപ്പോഴും സ്ട്രെസ്സിലായിരിക്കുമ്പോൾ, അതായത് സിമ്പത്തറ്റിക് അവസ്ഥയിലായിരിക്കുമ്പോൾ ശരീരം അതിജീവനത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ വളരെ പതുക്കെയാകും. എന്നാൽ മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ ശരീരം ശാന്തമാവുകയും പാരാസിമ്പത്തറ്റിക് അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ശാന്തമായ അവസ്ഥയിലാണ് ലിംഫാറ്റിക് സിസ്റ്റം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ മൂക്കിലൂടെ ശ്വാസമെടുക്കുന്നത് വെറുമൊരു ശ്വാസകോശ വ്യായാമം മാത്രമല്ല, മറിച്ച് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന കോയിലുകളെ വികസിപ്പിക്കുകയും അതിനനുകൂലമായ ശാന്തമായ ഒരു സാഹചര്യം ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഇനി ഈ നടത്തം രാവിലെയുള്ള ക്ഷീണം മാറ്റാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം. രാവിലെ നടക്കുന്നതിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ശരീരത്തിൽ ചലനങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ദ്രാവകങ്ങൾ പ്രത്യേകിച്ച് മുഖത്തും കാലുകളിലുമായി കെട്ടിക്കിടക്കും. രാവിലെ എഴുന്നേറ്റുള്ള ഈ നടത്തം വഴി കാൽവണ്ണയിലെ പേശികൾ പ്രവർത്തിക്കുകയും ഡയഫ്രം വാക്വം ഉണ്ടാക്കുകയും ചെയ്യുന്നു.
അതോടെ ഒറ്റയടിക്ക് രാത്രി മുഴുവൻ കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് രാവിലെയുള്ള മുഖത്തെ വീക്കവും ശരീരത്തിന്റെ ഭാരവും ആ 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കുറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിംഫ് ദ്രാവകങ്ങൾ 95% വെള്ളമാണ് എന്നതാണ്. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഈ ദ്രാവകം വളരെ കട്ടിയുള്ളതായി മാറും. സാന്ദ്രത കൂടിയ കട്ടിയുള്ള ഒരു ദ്രാവകത്തെ പമ്പ് ചെയ്യാൻ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നടക്കാൻ പോകുന്നതിന് മുൻപും പിൻപും നന്നായി വെള്ളം കുടിക്കുക. കൂടാതെ അതിനു പുറമെ ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയ വെള്ളം കുടിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞു കുടിക്കാം. കൂടാതെ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് റിഫൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു തരി കടലുപ്പോ ഹിമാലയൻ സോൾട്ടോ വായിൽ വെച്ച് അലിയിച്ചിറക്കുന്നത് കോശങ്ങൾക്ക് പൊട്ടാഷ്യവും മഗ്നീഷ്യവും ലഭ്യമാക്കുന്നു. ഈ മിനറലുകൾ ദ്രാവകത്തിന്റെ രാസഘടനയെ സന്തുലിതമാക്കുകയും അതിന്റെ കട്ടി കുറയ്ക്കുകയും ഒഴുക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ദ്രാവകം ലഘുവായാൽ കാലിലെ പേശികൾ ചുരുങ്ങുമ്പോൾ അത് മുകളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ നീങ്ങും. ഇതിനു പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്: വസ്ത്രധാരണം. ലിംഫ് ഞരമ്പുകൾ ശരീരത്തിന്റെ ഉപരിതലത്തോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇറുകിയ സോക്സുകൾ, ടൈറ്റ് ബെൽറ്റുകൾ, ഇറുകിയ ലെഗിൻസ് എന്നിവ ലിംഫ് വെസലുകളിൽ കൃത്യമായ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു. ഇത് ദ്രാവകത്തെ മുകളിലേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നതിൽ നിന്ന് തടയുന്നു. അതിനാൽ ദിവസവും കഴിയുന്നത്ര അയഞ്ഞതും ശ്വസിക്കാൻ കഴിയുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരം തന്നെ ഒരു പൂർണ്ണസജ്ജമായ ഡീടോക്സ് മെഷീനാണ്. അതിനെ ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടത് ശരിയായ ചലനം മാത്രമാണ്. ആരോഗ്യം നിലനിർത്താൻ ഒരു മുതിർന്ന വ്യക്തി ദിവസവും 1 മണിക്കൂർ നടക്കണം. എന്നാൽ എല്ലാവർക്കും അത് ഒറ്റയടിക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വെറും 15 മിനിറ്റ് മുതൽ തുടങ്ങാം. നിങ്ങൾ ഈ 15 മിനിറ്റ് ശരിയായ രീതിയിൽ നടക്കാൻ തുടങ്ങിയാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ മാറ്റങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. കാലുകൾക്കുള്ള ഭാരം കുറഞ്ഞതായി തോന്നും. ശരീരത്തിലെ നീർക്കെട്ട് കുറയും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ചെറിയ ചാലഞ്ച്: അടുത്ത 7 ദിവസത്തേക്ക് ദിവസവും രാവിലെ കുറഞ്ഞത് 15 മിനിറ്റ് ഈ പറഞ്ഞ രീതിയിൽ നടക്കൂ. ക്രമേണ അത് 30 മിനിറ്റിലേക്കും പിന്നീട് 1 മണിക്കൂറിലേക്കും ഉയർത്താൻ ശ്രമിക്കൂ. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. മാലിന്യങ്ങൾ കൃത്യമായി നീങ്ങുമ്പോൾ കോശങ്ങൾ കൂടുതൽ ആരോഗ്യകരമായി പ്രവർത്തിക്കും. രക്തയോട്ടം മെച്ചപ്പെടുന്നതിനാൽ ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കവും ലഭിക്കും. നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: കാലിലെ പേശികളെ പമ്പ് പോലെ ഉപയോഗിക്കുക. ഉപ്പൂറ്റി കുത്തി നടക്കുക. നെഞ്ച് നിവർത്തി കൈകൾ സ്വാഭാവികമായി വീശി നടക്കുക. മൂക്കിലൂടെ മാത്രം ആഴത്തിലുള്ള ശ്വസനം നടത്തുക. ദ്രാവകത്തിന്റെ കട്ടി കുറയ്ക്കാൻ നന്നായി വെള്ളം കുടിക്കുക. അവസാനമായി ഒരു ചിന്ത: ആധുനിക ജീവിതം നമ്മളെ കൂടുതൽ നേരം കസേരകളിലും വാഹനങ്ങളിലും ഇരുത്തിയപ്പോഴാണ്, ശരീരത്തിന്റെ ചലനം നിന്നപ്പോഴാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം സ്തംഭിച്ചു പോയത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന മറ്റു പല വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇതുപോലെ ശരീരത്തിന്റെ സ്വാഭാവിക ചലനങ്ങൾ ഇല്ലാതായതുകൊണ്ട് മാത്രം ഉണ്ടായതായിരിക്കില്ലേ? നമ്മൾ വലിയ അസുഖങ്ങൾക്ക് വലിയ കാരണങ്ങൾ അന്വേഷിക്കും. ഇത്തരം ലളിതമായ ശരീരശാസ്ത്രങ്ങളെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.